ആർക്ക് വേണമെങ്കിൽ പിന്നെന്തിനാണ് നമുക്ക് ഭരണഘടന? ഇന്നലെ ഞാൻ കണ്ടു ഭയങ്കര തമാശയായിട്ട് ചിലരൊക്കെ ഇങ്ങനെ ശോഭനെ അൺഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ ശോഭനെ അൺഫോളോ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ഇങ്ങനെ ചുമ്മാ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കരിയോയിൽ കൊണ്ടുവന്ന് ഒഴിച്ചാൽ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പല സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല കോമാളിത്തരവും കാണിച്ച ഒരു സ്ത്രീ ഊളത്തരം വന്നേ പറയാൻ പറ്റൂ. സൈബർ ആക്രമണമൊക്കെ അതായത് അത് കാണിക്കുന്നത് മലയാളി എത്രത്തോളം മലയാളിയുടെ മലിനമായ മനസ്സ് എന്നാണ് കാണിക്കുന്നത്. നവംബർ 1 കേരള പിറവി സമയത്ത് സർക്കാർ പ്രോഗ്രാം വെച്ച് കേരളീയം എന്ന പരിപാടി. ആ പരിപാടി ഉദ്ഘാടന ദിവസം മമ്മൂട്ടി, മോഹൻലാൽ, കമലഹാസൻ, മലയാളത്തിൽ സിനിമയുടെ ശോഭനയും ശോഭന വന്നിട്ട് അന്ന് കേരള സർക്കാരിനെയും കേരള മുഖ്യമന്ത്രിയും വാനോളം പ്രസംഗിച്ചു. അതേ നടി ശോഭന ഇന്നലെ തൃശ്ശൂരിൽ മോദി വന്ന പരിപാടിയിൽ പങ്കെടുത്ത് BJPയെയും പ്രശംസിച്ചു. ഇത് ഒരേ സമയം 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നതല്ലേ? ഓക്കെ, ഇതാണ് ചോദ്യം. 2 വള്ളത്തിൽ കാലി ചവിട്ടുന്നതാണോ? ആരാണ് ശരിക്കും ശോഭന? അവർക്ക് അങ്ങനെ ഒരു രാഷ്ട്രീയമുണ്ടോ? ശരിക്കും നമുക്ക് നവംബർ 1 പരിപാടി നോക്കാം. കേരളീയം അല്ലെ? കേരളീയം എന്ന് പറയുമ്പോൾ കേരളത്തിന്റെ നമ്മുടെ കേരളപ്പിറവിയായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേരളം ജനിച്ച ആ ദിവസം മുതൽ കേരളത്തിലെ ഏറ്റവും വെൽമുള്ള ആൾക്കാരെ സദസ്സി വിളിച്ചിരുത്തുക. അപ്പൊ സ്ത്രീ പ്രാതിനിധ്യമായിട്ട് കേരളത്തിന്റെ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇത്രയും അഭിമാനം, ഒരു കലാകാരി എന്നുള്ള രീതിയിൽ കേരളത്തിൽ അഭിമാനകാരമായിട്ടുള്ള ശോഭന പുള്ളിക്കാരത്തി വന്നു. അപ്പോ തീർച്ചയായും അവിടെ വേദിയിൽ വന്നിരിക്കുമ്പോൾ അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് രാഷ്ട്രീയം ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കേരളത്തിന്റെ ഒരു പരിപാടിക്ക് അവർ വരുമ്പം തീർച്ചയായും കേരളത്തിലെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അപ്പോ വാനോളം പ്രശംസിച്ചൊന്നുമല്ല. അപ്പൊ അവർ വേദിയിൽ വരുമ്പോൾ അവര് തീർച്ചയായും മുഖ്യമന്ത്രി ഇതായിട്ട് സംസാരിക്കും. കാരണം കേരളത്തിന്റെ ഒരു പരിപാടിയാണ്. അവിടെ വന്നിരുന്ന് അവർക്ക് രാഷ്ട്രീയം പറയാനൊക്കെ ഇപ്പൊ എനിക്കൊരു നമുക്ക് ഒരു അനുകൂലമായിട്ടൊരു രാഷ്ട്രീയം ഉണ്ടാവാമില്ലായിരിക്കാം അല്ലെ? പക്ഷെ ഒരു പൊതുവേദിയിൽ എന്നെ വിളിക്കുമ്പോ ഞാൻ വരുവാണ്. അവിടെ വരുമ്പോ ഞാൻ വന്ന് എന്റെ രാഷ്ട്രീയമല്ല, ഞാൻ എന്താ പറയാ, ഞാൻ വേദിയിൽ വിളിക്കുമ്പോൾ ഞാൻ പരിപാടിയിൽ വരിക. ആ പരിപാടിയിൽ എന്നെ ഘടകര് അവർ ചെയ്യുന്ന നല്ല കാര്യം. വേദിയിൽ വിളിക്കുമ്പോൾ അത് വിളിക്കുന്ന ഏത് പാർട്ടിയാണോ ആ പാർട്ടിയുടെ ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് പരിപാടി പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പറയാം. എന്തിനെങ്ങനെ പറയണം? അവരൊരു കലാകാരിയല്ലേ? അവര് കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരും അവരെ സ്നേഹിച്ച ഒരു കലാകാരി, അവരുടെ അങ്ങനെ ഒരു കലാകാരിക്ക് ഒരു രാഷ്ട്രീയം ഉണ്ടാവോ? അങ്ങനെയാണെങ്കിൽ സിനിമ എന്ന് പറയുന്ന ഇതിന് രാഷ്ട്രീയമുണ്ടോ? നൃത്തത്തിന് രാഷ്ട്രീയമുണ്ടോ? നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തം, നമ്മൾ പ്രബുദ്ധരാണെന്ന് പറയും, പക്ഷെ ഒരു ഏറ്റവും വലിയൊരു ഊളത്തരം എന്താന്ന് പറയട്ടെ, എന്തിനേയും ഏതിനേയും രാഷ്ട്രീയം എന്നൊരു അളവ് പോലും വെച്ച് വിലയിരുത്തും. നശിച്ച രാഷ്ട്രീയ ധ്രുവീകരണം അല്ലെ? ഒരു പൊളിറ്റിക്കൽ പോളറൈസേഷൻ അത് ഭയങ്കരമായിട്ടുണ്ട് കേരളത്തിൽ. എന്നിട്ട് നമ്മൾ സ്വയം പറയും നമ്മൾ ഭയങ്കര പ്രബുദ്ധരാണെന്ന്. എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, സിനിമ, ഈ കല, ഇതിലൊക്കെ രാഷ്ട്രീയമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കലാകാരിക്ക് ഇവിടെ വളർന്നു വരാൻ അല്ലെങ്കിൽ ഒരു സിനിമ നമ്മൾ എന്റെ രാഷ്ട്രീയം വെച്ച് മാത്രമേ ഞാൻ കാണൂ എന്ന് പറയുവാണെങ്കിൽ എങ്ങനെയാണ്? എന്നാ പിന്നെ കമ്മ്യൂണിസ്റ്റ് സിനിമകൾ എന്ന് പറഞ്ഞ സഖാക്കന്മാരുടെ സിനിമകൾ കാണാൻ രാഷ്ട്രീയ നമ്മൾ പണ്ട് തൊട്ടേ ഉണ്ട്. തോപ്പിൽ ബാസിയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ഒക്കെ കേരളം ഒന്നടങ്കം കണ്ടു അല്ലെ? അത് കഴിഞ്ഞിട്ടുള്ള സിനിമകള്. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയം വെച്ച് നമ്മൾ നോക്കുവാണെങ്കിൽ ഇത് എന്റെ രാഷ്ട്രീയത്തിന് പറ്റിയ മാത്രമുള്ള സിനിമയാണ്, ഈ കലാകാരിയെ മാത്രമേ ഞാൻ കൊണ്ടുവരൂ എന്നുള്ള രീതിയിൽ നമ്മൾ കാണുവാണെങ്കിൽ ആരും വളരില്ല അല്ലെ? കലാകാരനും വളരില്ല, കലയും വളരില്ല. അതൊന്നും ഇല്ലല്ലോ, ശരിക്കും ഒരു സെറ്റ് ബാക്ക് അല്ലേ? അപ്പൊ പുള്ളിക്കാർത്തിക്ക് അങ്ങനെയല്ലേ? അവര് കേരളത്തിനെ പ്രതികരിച്ചു വന്ന എല്ലാവരും അവരുടെ സിനിമ കണ്ടു, അവരെ സ്നേഹിച്ചു. അവിടെ എന്ത് രാഷ്ട്രീയമാണ് അവർക്കുള്ളത്? മണിപ്പൂരിൽ സ്ത്രീകൾക്ക് നേരെ അക്രമം നടന്നപ്പോൾ ഒന്നും ചെയ്യാത്ത മോദി സർക്കാർ വനിതാ ബില്ല് പാസ്സാക്കിയതിനെ പറ്റി ഒരു സ്ത്രീയായ നടി ശോഭനയാണ് മോദിയെ പ്രശംസിച്ചത്. ഈ ശോഭന എന്തുകൊണ്ട് മണിപ്പൂരിൽ നടന്ന അക്രമം മറന്നു ഇന്നലെ സ്റ്റേജിൽ? അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കൺമുന്നിൽ മനുഷ്യ മനസാക്ഷിയെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച 2 സംഭവങ്ങളുണ്ട്. വാളയാറ്, പിന്നെ വണ്ടിപ്പെരിയാറ്, പിന്നെ ആംബുലൻസ് പീഡനം. അതായത് കോവിഡ് രോഗി മറ്റൊരു സംസ്ഥാനത്തിലും അതിങ്ങനെ ഒരു റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലായിരുന്നു. കോവിഡ് വേളയിൽ ഒരു കോവിഡ് പേഷ്യന്റിനെ കൊണ്ടുപോയിട്ട് ആംബുലൻസിന്റെ അകത്ത് വെച്ച് ബ്രൂട്ടലി റേപ്പ് അല്ലെ? അപ്പൊ ഈ ഒരു കാര്യങ്ങൾ വെച്ച് വന്ന ശോഭന വേദിയിൽ മുഖ്യമന്ത്രി ഇരിക്കുമ്പോൾ, മുഖ്യം മാത്രമല്ല പുള്ളിക്കാരൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പും ആണ്. അപ്പൊ അന്ന് ശോഭന ചോദിക്കുമായിരുന്നു, ശോഭന എന്തുകൊണ്ട് നിരസിച്ചില്ല അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യം മറുഭാഗത്തുനിന്ന് വന്നോ? ഇല്ല. അപ്പൊ മറുഭാഗത്തുള്ളവർ കുറെ കൂടെ സെൻസിബിൾ ആയിട്ടുള്ള ആളാണ് ഇല്ലേ? ഓർത്തു നോക്കുമല്ലേ? തീർച്ചയായും അവർക്ക് അങ്ങനെ രാഷ്ട്രീയം ഉണ്ടാവില്ല. എന്ത് നല്ലത് കാണുന്നോ അവർ പ്രകീർത്തിക്കുന്നു. തീർച്ചയായും അതൊരു കോൺഗ്രസിന്റെ ഒരു പരിപാടിയിൽ അവർ ഒരു സെലിബ്രിറ്റി ആയിട്ട് വരുവാണെങ്കിൽ തീർച്ചയായും അവരെ പ്രതീക്ഷിക്കാം. എന്താ അതിലൊക്കെ ഒരു രാഷ്ട്രീയം നമ്മൾ കാണുമോ? നടി ശോഭനയ്ക്കെതിരെ ഇപ്പൊ സൈബർ ആക്രമണം ഒരുപാട് നടത്തുന്നുണ്ട്. അതിനെപ്പറ്റി താങ്കൾ എന്താ പറയുന്നത്?
ഊളത്തരം, തനി ഊളത്തരം വന്നേ പറയാൻ പറ്റൂ. സൈബർ ആക്രമണമൊക്കെ, അതായത് അത് കാണിക്കുന്നത് മലയാളി എത്രത്തോളം മലയാളിയുടെ മലിനമായ മനസ്സ് എന്നാണ് കാണിക്കുന്നത്. സൈബർ, അതായത് നമ്മൾ പ്രത്യേക ശാസ്ത്രത്തിൽ നിൽക്കുമ്പോൾ അതിനൊപ്പം ഒരുമിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വാനോളം പുകഴ്ത്തുക, സ്തുതി പാടുക, അതേ ആൾക്കാർ, നമുക്ക് മലയാളിയുടെ ഒരു ഇരട്ടത്താപ്പാണ് അവിടെ കാണിക്കുന്നത്. അതായത് അതേ ശോഭനയെ മറ്റൊരു വേദിയിൽ കാണുമ്പോൾ അപ്പം ശരിക്കും അസഹിഷ്ണുത, ഫാസിസം, ഇതൊക്കെ ആർക്കാണുള്ളത്? ഞാനിന്നലെ 1-2 ഇത് കണ്ടായിരുന്നു കേട്ടോ, ട്രോളുകളുടെ രൂപത്തിലൊക്കെ കണ്ടു. ഒരു സ്വയം പ്രഖ്യാപിത സെലിബ്രിറ്റി പെൺകുട്ടിയും ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത്, അതായത് എപ്പോഴും വാദോരാതെ ഭരണഘടനയെ കുറിച്ച് ഇങ്ങനെ പറയാറുണ്ട് ഫേസ്ബുക്കിലൂടെയൊക്കെ. അപ്പൊ ശോഭനയ്ക്കൊരു വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലേ? ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കും. ഇപ്പം നമ്മളെ BJP കുറിച്ച് പറയുന്നു, ഒരു മണിപ്പൂർ എടുത്ത് മാത്രമേ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കണം, ഫോക്കസ് ചെയ്യുവാണ്. ബാക്കി ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല. രാജ്യം മുഴുവൻ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ സ്ത്രീകൾ ഇത്രയും ആക്രമിക്കപ്പെടുമ്പോൾ BJP എന്ന കേന്ദ്ര സർക്കാർ ഒന്നും ചെയ്തില്ല. മണിപ്പൂരിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത ആണ് സംഭവിച്ചിട്ടുള്ളത്. പക്ഷേ മണിപ്പൂരിൽ ഒരു ഇഷ്യൂ മാത്രമല്ല. മണിപ്പൂരിൽ എന്ന് തൊട്ട് ഈ സംഭവം വന്നു, മോദി സർക്കാരിന്റെ സമയത്ത് മാത്രമാണോ അവിടെ കലാപം ഉണ്ടായിട്ടുള്ളത്? അവിടെ ഒരു ഗോത്രീയപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പണ്ട് തൊട്ടേ ഉണ്ടല്ലോ. കൂടുതൽ അക്രമം നടന്നത് ഈ സമയത്താണ്. ഇത് മുമ്പ് നടന്നിട്ടുണ്ട്, ഇത്രയും വലിയ അക്രമം നടന്നിട്ടില്ല സ്ത്രീകൾക്ക് നേരെ. സ്ത്രീകൾക്ക് നേരെ നടന്നിട്ട് അത് ഞാനും പറയുന്നുണ്ട്. കാരണം വെച്ചാൽ വളരെ മണിപ്പൂർ എന്ന് പറഞ്ഞാൽ ഒരു ശരിക്കും ദുഃഖകരമായിട്ടുള്ള വസ്തുതയാണ്. അവിടുത്തെ സർക്കാർ അമ്പയെ പരാജയപ്പെട്ടിട്ടുണ്ട് ആ കലാപം തടയാൻ. ശരി തന്നെയാണ്, ആ വസ്തുത തന്നെയാണ്. ആ മണിപ്പൂരിനെ വിസ്മരിച്ചു കൊണ്ടൊന്നും അല്ല പറയുന്നത്. പക്ഷെ ഒരെണ്ണം മാത്രം നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത്, ബാക്കി 27 സംസ്ഥാനങ്ങളുണ്ട്. അപ്പം ശരിക്കും ഇവിടെ ആര് ഭരിച്ചിരുന്നപ്പോഴും പ്രശ്നങ്ങളില്ല. 23 സംസ്ഥാനം നോക്കിയിട്ട് മണിപ്പൂരിനെ മറക്കണോ കേന്ദ്ര സർക്കാർ? മറക്കണം എന്ന് പറയുന്നില്ലല്ലോ. അപ്പൊ മണിപ്പൂർ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് വെച്ചിട്ട് 27 സംസ്ഥാനങ്ങളിലെ പുരോഗതി കാണാതിരിക്കണോ? അങ്ങനെ ഒരു പുരോഗതി നമ്മൾ ആരും തള്ളി പറയുന്നില്ല. ഇങ്ങനെ ഒരു കലാപം നടന്നിട്ട് ആ ഒരു സർക്കാരിനെ ഒരിക്കലും വെള്ളപൂശരുത്. കലാപങ്ങൾ ഒരു രീതിയിൽ വെള്ളപൂശിരുന്നില്ല. ആ സർക്കാർ തന്നെയാണ് വനിതാ ബില്ല് പാസ്സാക്കിയിട്ട് സ്ത്രീ ശക്തി, സ്ത്രീകൾക്ക് എന്താണ് പിന്തുണ കൂടുതലെല്ലാം പറഞ്ഞിട്ട് എന്തിനാണ് ഈ പ്രയോജനം? ആര് പ്രഹസനം എന്ന് പറയുന്നത്? ഈ ശോഭനയോ? അല്ല, സർക്കാരിനെ, മോദി സർക്കാരിനെതിരെ ഇപ്പൊ ചോദിക്കുന്നത്. ഈ സ്ത്രീ ശക്തിയാണ്, സ്ത്രീകൾക്കാണ് മുൻഗണന, സ്ത്രീ ബില്ല്, വനിതാ ബില്ല് പാസ്സാക്കുന്നു. അതിനുവേണ്ടി BJP തൃശ്ശൂരിൽ ഒരു സ്ത്രീകളെ മാത്രം ഒരു പരിപാടി ചെയ്യുന്നു. എന്തിനാണ്? ഈ മണിപ്പൂരിലെ സ്ത്രീകൾ എന്താ ഇന്ത്യയിലല്ലേ ജീവിക്കുന്നത്? മണിപ്പൂരിലെ സ്ത്രീകൾ ഇന്ത്യയിലല്ലെന്ന് പ്രധാനമന്ത്രി എപ്പോഴും അതിനുള്ള ആൾക്കാർക്ക് ശരിക്കും കൃത്യമായി കൊടുക്കുന്നു പറഞ്ഞതും ഇതേ പ്രധാനമന്ത്രി തന്നെയല്ലേ? ആ മണിപ്പൂർ കണ്ടില്ല, അല്ലെങ്കിൽ ക്രിമിനലുകളെ നമ്മൾ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം എപ്പോഴെങ്കിലും പറഞ്ഞോ? ഓരോരുത്തരായിട്ട് ഞാൻ ചോദിക്കണം. നമ്മൾ മണിപ്പൂരിൽ ആ ഒരു അന്നത്തെ ഒരു വീഡിയോ മാത്രം കണ്ടു. അതേ മണിപ്പൂരിൽ ഇപ്പുറത്തെ സൈഡില്ലേ? അപ്പൊ ഞാനൊന്ന് കണ്ടിട്ട് മനസ്സിലാക്കി ഭയങ്കര വിഷമം തോന്നിയ കാര്യം തന്നെയാണ്. മണിപ്പൂരിലെ നമ്മളെ അറിയാം, അതായത് കുക്കി വംശജരെ, മറ്റവരെ. പക്ഷെ അതേ ഇത് ഒരാഴ്ച കഴിഞ്ഞ് കലാപം കെട്ടടങ്ങിയപ്പോൾ മറ്റൊരു വീഡിയോ വന്നു. ഒരു യുവാവിനെയും യുവതിയും, അത് ഇപ്പുറത്തെ ഗോത്രമായിരുന്നു അല്ലെ? അന്ന് ആർക്കും അത്ര വലിയ കരച്ചിൽ വന്നില്ല. അപ്പോൾ അത് നമ്മൾ കാണുമ്പോൾ ഒരു കലാപം വന്നപ്പോൾ രണ്ട് സൈഡിലും ഏറ്റവും എന്താ പറയാ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഇല്ലെന്നല്ല, പക്ഷെ എന്നിട്ട് എല്ലാവരും ശിക്ഷിക്കുന്നില്ലേ? ശിക്ഷിക്കില്ലെന്ന് അദ്ദേഹം പറഞ്ഞോ? ഇല്ലല്ലോ. അപ്പൊ നമുക്കൊരു നിയമവ്യവസ്ഥിതി ഇല്ലേ ഇവിടെ? തീർച്ചയായും അതിൽ ഡിജിറ്റൽ തെളിവുകളുണ്ട്, ആരൊക്കെയാണ് ചെയ്തത് എന്നൊക്കെ കൃത്യമായിട്ടുണ്ട്. അങ്ങനൊന്നും ചെയ്യാതെ വിടുകയാണെങ്കിലല്ലേ നമുക്ക് അവരെ വിമർശിക്കേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ വാളയാറിൽ എന്താണ് സംഭവിച്ചത്? നമ്മൾ മണിപ്പൂർ പറയുന്നു ഒരിക്കലും നടന്നുകൂടാത്ത കാര്യം തന്നെയാണ്. പക്ഷെ വാളയാർ സംഭവിക്കാനുള്ളതായിരുന്നോ? അപ്പൊ വാളയാറിൽ ഇത്രയും ക്രൂരമായിട്ടൊരു സംഭവം നടന്നിട്ട് അതിനെ ഉഭയകക്ഷി സമ്മതം എന്നുള്ളൊരു ഏറ്റവും നികൃഷ്ടമായ വാക്ക് ഉപയോഗിച്ച പോലീസ് ഓഫീസർ അദ്ദേഹത്തിന് പട്ടും വളയും കൊടുത്ത് ഉയർത്തിയത് ആരാണ്? പറയൂ. അപ്പൊ അതിനൊക്കെ നമുക്ക് എല്ലാത്തിനും നമുക്ക് ചോദ്യം വേണം. നമ്മളെപ്പോഴും സംസാരിക്കുമ്പോൾ ഒരു വശം മാത്രമായിട്ടല്ല അഭിലാഷ്, എല്ലാം നമ്മൾ നോക്കിക്കാണണം. ഒരിക്കലും നമ്മളൊരു ഇത് നല്ലതാണ് അത് നല്ലതാണെന്ന് പറയരുത്. പിന്നെ നടി ശോഭനയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അവരെ അടുത്തൊരു വേദിയിൽ വന്നു. ഇരട്ടത്താപ്പ് നയം കാണിച്ചിട്ടില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത്. ശോഭന ഇരട്ടത്താപ്പ് നയം കാണിച്ചത് എനിക്ക് അവർ അസ് എ സെലിബ്രിറ്റി എന്ത് ഇരട്ടത്താപ്പ് കാണിച്ചു എന്നാണ് പറയുന്നത്. അവരെ ഒരു നാരീശക്തി. തീർച്ചയായും ആ പരിപാടിയുടെ പേരെന്താണ്? നാരീശക്തി. ശോഭന ആരാണ്? ഇന്ത്യയിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള ഒരു ഡാൻസർ, ആക്ട്രസ് അല്ലെ? ദേശീയ അവാർഡ് പുരസ്കാരം നേടിയ മികച്ച നടിമാരിൽ ഒരാൾ. അപ്പൊ ഇവിടെ നാരീശക്തി എന്നുള്ള പരിപാടി എന്താണ്? നമ്മുടെ ഇന്ത്യൻ വിമൻ മറ്റെല്ലാവരെയും വെച്ച് നോക്കുമ്പോൾ വിൽ പവർ, ഡിറ്റർമിനേഷൻ, എന്ത് പ്രതിസന്ധികളെയും വെല്ലുവിളിച്ച് ഉയരാൻ, അങ്ങനെയുള്ള സ്ത്രീകളുടെ ഒരു പരിപാടിയിൽ ശോഭനയെ പോലുള്ള സെലിബ്രിറ്റി അല്ല, മലയാളി ആയിട്ടുള്ള സെലിബ്രിറ്റി അല്ലാതെ ഈ കേരളത്തിൽ വെച്ച് നടക്കുന്ന പരിപാടിയിൽ മറ്റാരാണ് വരേണ്ടത്? അപ്പൊ അവിടെ വെറും രാഷ്ട്രീയം മാത്രമാണോ വരേണ്ടത്? മിന്നുമണി വന്നു, ബീനാക്കണ്ണൻ വന്നു, സംരംഭകയാണ് ബീനാക്കണ്ണനൊക്കെ. രാഷ്ട്രീയം ഉണ്ടെന്നാണോ പറയുന്നത്? ഒരു കാര്യം ചോദിച്ചോട്ടെ,
നടി ശോഭന സദാ ശോഭനായിരിക്കും, സംഗി ശോഭനായിരിക്കും. സൈബർ നമുക്ക് ഇവിടെ ചോദ്യമാണ്, അങ്ങനെയാണല്ലോ, സംഗി ചാപ്പയടി. സൈബർ ചോദ്യമാണിത്. നടി ശോഭന സദാവ് ശോഭനായിരിക്കും, സംഗി ശോഭനായിരിക്കും, സൈബറിലെ ചോദ്യം. അതിന് ഉത്തരവുണ്ട് താങ്കൾക്ക്? അങ്ങനെ സൈബറിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനാണെങ്കിൽ എന്നോട് സൈബറിൽ ഒരു പ്രത്യേക ഗ്രൂപ്പിലുള്ള ആൾക്കാർ ഓരോന്ന് മനസ്സിൽ തോന്നിയത് അതൊക്കെ മാലിന്യമായിട്ടുള്ള കാര്യങ്ങൾ ഛർദ്ദിച്ചു വെക്കുന്നതിനൊക്കെ ഉത്തരം പറയുമോ ശോഭനയെ പോലെ ഒരാള്? അങ്ങനെ ശോഭനയെ നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അതിനൊക്കെ ഉത്തരം പറയാന്ന് പറയാൻ ഞാൻ ഊളത്തരമാണ്. ശോഭന അന്ന് ഇന്നും എന്നും ശോഭനയായിട്ട് തന്നെ നിൽക്കും. മലയാളികൾ, അതായത് തലയ്ക്ക് ബോധവും വെളിവുമുള്ള മലയാളികൾ, ആ രാഷ്ട്രീയ ബോധം ഇങ്ങനെ തലയിൽ അടിമത്തം ബാധിച്ചിട്ടില്ല മലയാളികൾക്ക്, അന്ന് കണ്ട ശോഭനയോടുള്ള ഇഷ്ടം തന്നെയായിരിക്കും എന്നും. ബിക്കോസ് ശോഭനക്ക് സമം ശോഭന തന്നെയാണ്. 80കൾ തൊട്ട് നമ്മൾ കണ്ടു തുടങ്ങിയ മുഖമാണല്ലേ. 90കൾ മണിച്ചിത്രത്താഴ് വന്നു. എന്നും നമ്മൾ മലയാളം ക്ലാസിക് സിനിമകളിൽ ഏറ്റവും വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോഴും ആവർത്തിച്ച് എപ്പോഴും ബോറടിക്കാത്തൊരു സിനിമ നമ്മുടെ അത് അങ്ങനെ മാസ്റ്റർ പീസ് ആയിട്ട്, അത് പിന്നീട് ഏതൊക്കെ ഭാഷയിൽ പോയിട്ടുണ്ടെങ്കിലും ശോഭന അഭിനയിച്ച് വെച്ചാവില്ല. അപ്പൊ അങ്ങനെയുള്ളൊരു ശോഭനനെ ഒരു വേദിയിൽ പങ്കിട്ടു. അപ്പൊ ശോഭന സംഖി, ഇനി ശോഭന സംഖി ആയിക്കോട്ടെ, ആന്ന് വിചാരിച്ചപ്പോലും ശോഭന അത് അവരുടെ റൈറ്റാണ്. ഇഷ്ടമുള്ള രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കാൻ ഏതൊരു ഇന്ത്യൻ പൗരനും ഈ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന അനുവാദം നൽകുന്നിടത്തോളം. കാരണം ശോഭന കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, ശോഭന കോൺഗ്രസ് ആയിക്കോട്ടെ, ശോഭന സംഖ്യ ആയിക്കോട്ടെ, ശോഭനയായിട്ട് മാത്രം കാണും. മറ്റത് അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. ആർക്ക് വേണമെങ്കിൽ, പിന്നെന്തിനാണ് നമുക്ക് ഭരണഘടന? ഇന്നലെ ഞാൻ കണ്ടു ഭയങ്കര തമാശയായിട്ട് ചിലരൊക്കെ അങ്ങനെ ശോഭനയെ അൺഫോളോ ചെയ്യുന്നു. അതുകൊണ്ട് എന്താ ശോഭനയെ അൺഫോളോ ചെയ്തു എന്ന് പറയുമ്പോൾ ഇവരൊക്കെ ചുമ്മാ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറഞ്ഞ് കരിയോയിൽ കൊണ്ടുവന്ന് ഒഴിച്ചാൽ അങ്ങനെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് പല സോഷ്യൽ മീഡിയയിൽ ഒരു സ്പേസ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പല കോമാത്സരവും കാണിച്ച ഒരു സ്ത്രീ, ആ അധ്യാപികയാണെന്നൊക്കെ പറയുന്നത്, ആ ഒരു സ്ത്രീയുടെ ഒരു ഊളത്തരമാണ് അത് കണ്ടത്. ആ ശോഭനയെ അൺഫോളോ ചെയ്യുകയാണ് അത്രേ. എന്തിന്? ശോഭന കേരളീയ വേദിയിൽ വന്നപ്പം ശോഭന വൺ ഓഫ് ദ, ശോഭന നാരീശക്തി വേദിയിൽ പോയപ്പോൾ അൺഫോളോ ചെയ്യും. ഇത്രയേ ഉള്ളൂ ഇവരുടെയൊക്കെ ചിന്തിക്കാനുള്ള ഒരു ശേഷി. അതാണ് മനസ്സിലാക്കാൻ. അപ്പം ഇത് മലയാളികൾക്ക് ഒരു എക്സാമ്പിളാണ്. ഇവരൊക്കെ വലിയ ആൾക്കാരായിട്ട് കാണുന്ന ആൾക്കാർ മനസ്സിലാക്കണം, ഇതുങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ പറയുന്നത് എങ്ങനെയാണ്, ശോഭന എന്ന് പറയുമ്പോൾ നമ്മൾ, അപ്പൊ ഞാൻ ഇന്നലെ വാർത്ത കണ്ടപ്പോ വെറുതെ ഒന്ന് മുറ്റത്ത് നോക്കിയപ്പോ ഒരു നായ നിന്നങ്ങ് കുരയ്ക്കുവാണ്. അപ്പൊ നോക്കിയപ്പോ തെളിഞ്ഞു നിൽക്കുന്ന കേട്ടോ പൂർണ്ണചന്ദ്രൻ. അപ്പൊ എനിക്കത് സിംബോളിക്കായിട്ട് തോന്നി. സത്യമാണ്, ഇങ്ങനെ കുറച്ചുകൊണ്ടേയിരിക്കും. ഇത് എപ്പോഴും നടക്കട്ടെ.